ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണിത്. സ്കിന്ന് നിറം വയ്ക്കാൻ, പാടുകൾ മാറാൻ, കരിമംഗല്യം പോലെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാൻ, സൺ ടാൻ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയ ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ അങ്ങനെ ഏതെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫേസിൽ മാത്രമല്ല കൈകാലുകളിലും കഴുത്തിലും ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും അളവിൽ അരിപ്പൊടി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള അളവിൽ അത്രയും പൊട്ടറ്റോയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് മെയിനായിട്ടും നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ. കരിമംഗല്യം പോലെയുള്ള പാടുകൾ വരെ മാറിക്കിട്ടാൻ പൊട്ടറ്റോയുടെ ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള അത്ര തൈരും കൂടെ എടുത്ത് ഈ ഒരു പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ആയാൽ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് തേനും കൂടെ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ചെറിയൊരു നനവോട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കണ്ണിന് ചുറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷേ മസാജ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും കുറച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഇതങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം മാത്രം കഴുകാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് കൈ നല്ലപോലെ കഴുകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒറ്റ യൂസ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിറം വയ്ക്കാനും പാടുകൾ മാറിക്കിട്ടാനും പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഞാൻ കൈ ഒന്ന് തുടച്ചു. ഇനി നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ദിയൂസ് ഹെർബൽസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആൽമണ്ട് ഓയിലോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏതെങ്കിലും ഒരു ഓയിൽ കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സ്കിന്ന് കുറച്ച് ഡ്രൈ ആവുന്ന പോലെ തോന്നും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിന്ന് മോയ്സ്ചർ ആക്കിയിട്ട് വയ്ക്കാനാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്